കുറഞ്ഞ ചെലവും സമൃദ്ധമായ സമുദ്രജീവിജാലങ്ങളുമാണ് ദൈമാനിയാത്ത് ദ്വീപുകളുടെ ആകർഷണം. മീനുകളും പവിഴപ്പുറ്റുകളും അടക്കം പ്രധാന സമുദ്ര സംരക്ഷിത മേഖല കൂടിയാണിത്. സ്വദേശികളും ഏഷ്യ, യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായി ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട്. കടലാമകൾ, ദേശാടന പക്ഷികൾ, എണ്ണിയാലൊടുങ്ങാത്ത കടൽ ജീവികൾ എന്നിവയെല്ലാം സഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ്. കൂടാതെ സൂറ്റി ഫാൽക്കൺ പക്ഷികളുടെ മുട്ടയിടൽ കേന്ദ്രം കൂടിയാണ് ദ്വീപ്. ഡൈവിംഗിനും നീന്തലിനും അനുയോജ്യമായ തീരങ്ങളാണ് മറ്റൊരാകർഷണം. മസ്കറ്റിൽ നിന്നും 1 മണിക്കൂറോളം ബോട്ടിൽ സഞ്ചരിച്ചാണ് ദൈമാനിയാത്ത് ദ്വീപിലെത്തുക. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികൾ ദ്വീപിലെ കാഴ്ചകൾ കാണാനെത്താറുണ്ട്. 1,36,549 വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ദ്വീപ് സന്ദർശിച്ചത്. 2024 1,05,686 സഞ്ചാരികൾ എത്തിയിരുന്നു. വർഷാവർഷം സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന രാജ്യത്തെ ഇക്കോ ടൂറിസത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. സമുദ്രജീവി വൈവിധ്യത്തിന്റെ പ്രാധാന്യം സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്ന ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നാണ് ദൈമാനിയാത്തിലെ അണ്ടർ വാട്ടർ മ്യൂസിയം. ജൈവ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതിനാൽ സന്ദർശകർക്കായി ബോധവൽക്കരണ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.